നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ട് സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക്, എല്ലാ തരത്തിലുള്ള ആളുകൾക്കും പറ്റുന്ന തരത്തിലുള്ള ഓപ്ഷനുകളുള്ള ഒരു സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ വളരെയധികം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ വീഡിയോ സീരീസിൽ 100-ലധികം വീഡിയോകൾ മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിലെ ഓൾമോസ്റ്റ് ഏറ്റവും വലിയ മ്യൂച്വൽ ഫണ്ട് വീഡിയോ സീരീസാണിത് എന്ന് അഭിമാനത്തോടു കൂടി പറയാനും സാധിക്കും. ആ വീഡിയോകൾ കാണുന്നതിനായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ സ്വന്തമായിട്ടൊരു മ്യൂച്വൽ ഫണ്ട് കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. പലരും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനിൽ ആദ്യമേ കാണുന്ന മ്യൂച്വൽ ഫണ്ട് അങ്ങ് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പേരുണ്ട് എന്നുണ്ടെങ്കിൽ ആ പേര് ഉപയോഗിച്ച് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ലാഭം തന്നേക്കാം, പക്ഷേ മിക്കവാറും സിറ്റുവേഷനിൽ അതത്ര ഗുണം ചെയ്യാറില്ല. നമ്മൾ എപ്പോഴും നമ്മളുടെ പേഴ്സണൽ ഫിനാൻസ് അവസ്ഥയും ഗോളുകൾക്കും അനുസരിച്ചുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കാൻ ഒരു പ്രാഗൽഭ്യം ഇല്ലാത്ത ആളുകൾക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആസ്ക് റുപ്പിമംഗിൻ്റെ വാട്സപ്പ് സർവീസ് ഉള്ളത്. ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്കുകളും ഒക്കെ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ അവസ്ഥയ്ക്ക് അനുസരിച്ച്, ഗോളുകൾക്ക് അനുസരിച്ച് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ടുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് റിട്ടേൺ ആണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നിക്ഷേപിക്കുന്നത് നമുക്ക് ലാഭം കിട്ടാനായിട്ടാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ റിട്ടേൺ എന്തുമാത്രം തന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. റിട്ടേൺ എന്തുമാത്രം തന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടുത്ത് ഒരു മാസം കൊണ്ടുണ്ടായ റിട്ടേൺ എത്രയാണ്, അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള റിട്ടേൺ എത്രയാണ് എന്ന് മാത്രം നോക്കിക്കൊണ്ട് നിക്ഷേപിക്കുന്നത് നല്ലതല്ല. പല ഡ്യൂറേഷനിലുള്ള റിട്ടേൺസ് നോക്കുക. അതായത് 1 വർഷത്തിൽ എത്ര റിട്ടേൺ, 3 വർഷത്തിൽ എത്ര റിട്ടേൺ, 5 വർഷത്തിൽ എത്ര റിട്ടേൺ. ഈ റിട്ടേണുകൾ കൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നതാണ് ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മളുടെ കുറേ ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ്, 3-3.5 മാസം മുൻപ് എന്തുണ്ടായി, ഒരു ടെക്നോളജിപരമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ വളരെ ഉയരത്തിലേക്ക് പോയപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇനി അത് വീണ്ടും റോക്കറ്റ് വിട്ട പോലെ മേലിലേക്ക് പോകുമെന്ന്. അങ്ങനെയുള്ള ആളുകൾക്ക് അവരെന്താ ചെയ്തത്, ലാസ്റ്റ് ആ 1 വർഷത്തെയോ 1.5 വർഷത്തെയോ ഒക്കെ കാര്യം മാത്രമാണ് നോക്കിയത്. അങ്ങനെ നോക്കി അവർ ഇപ്പോൾ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. പക്ഷേ അത് തിരിച്ചു വന്നേക്കാം, പക്ഷേ അത് ആ സമയത്ത് റൈറ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തേത്, റിട്ടേൺ മാത്രം നോക്കിയാൽ പോരാ, റിസ്ക് എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് നോക്കണം. എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും എന്താണ്, കുറേ സ്റ്റോക്കുകളുടെയോ ETF-കളുടെയോ ബോണ്ടുകളുടെയോ കടപ്പത്രങ്ങളുടെയോ ഒക്കെ ഒരു കോമ്പിനേഷനാണ്, അല്ലേ? എല്ലാം കൂട്ടി യോജിപ്പിച്ച് അതിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെയും ആ ഓരോ ഇൻഡിവിജ്വൽ ബോണ്ടുകളുടെയും റിസ്കിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ നിക്ഷേപിക്കേണ്ടത് ഏറ്റവും റിസ്ക് കൂടിയതിലോ ഏറ്റവും റിസ്ക് കുറഞ്ഞതിലോ അല്ല. നമ്മൾ നിക്ഷേപിക്കുന്നത് നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയുമായിട്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന റിസ്കിൻ്റെ അളവിനും നമ്മൾ എത്ര കാലത്തേക്കാണ് നിക്ഷേപിക്കുന്നത് എന്നുള്ളതിനും അനുസരിച്ചുള്ള റിസ്ക് കാറ്റഗറിയുള്ള ഫണ്ടുകൾ വേണം ചൂസ് ചെയ്യാൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ലോങ്ങർ ഡ്യൂറേഷൻ, ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ട് ആവശ്യമുള്ള ഒരു പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള എന്നാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺ തരുന്ന ഒരു ഫണ്ടിൽ ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. അതേസമയം തന്നെ നിങ്ങളൊരു സാധാരണ ഒരു ഇൻവെസ്റ്ററാണ്, തുടക്കക്കാരനായ ഒരു ഇൻവെസ്റ്ററാണ്, നിങ്ങൾക്ക് ഈ പണം ഒരു 5 കൊല്ലത്തിനുള്ളിലൊക്കെ ആവശ്യം വരുന്നൊരു പണമാണ് എന്ന് നിങ്ങൾ സ്വയം കരുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു ഫണ്ടിൽ ഇടുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? റഷ്യ-ഉക്രൈൻ യുദ്ധം നടന്നിരുന്ന സമയത്തിന് തൊട്ടു മുൻപൊക്കെ ആളുകൾ വളരെയധികം എക്സ്പോഷറുള്ള അല്ലെങ്കിൽ വളരെയധികം റിസ്ക് ഉള്ള ഫണ്ടുകളിൽ ചുരുങ്ങിയ കാലത്തേക്ക് തെറ്റില്ലാത്ത റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്തവരുണ്ട്. പലരും നമ്മളെ ഈ റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാലത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കുന്നത്, ഞാൻ ഇന്ന ഫണ്ടിൽ ഇത്ര രൂപ ഇന്ന സമയത്ത് നിക്ഷേപിച്ചു, അത് എന്നാണ് അത്രയെങ്കിലും രൂപയാവുക എന്നുള്ളതാണ്. ഫണ്ടുകളെല്ലാം തന്നെ
അത്യാവശ്യം നല്ല റിസ്കുകളുള്ള ഫണ്ടായിരുന്നു. അതായത് സ്മോൾ ക്യാപ്പിലോ മിഡ് ക്യാപ്പിലോ സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പിലോ ഒക്കെ പെട്ട ഫണ്ടുകളായിരുന്നു. അത്തരം ഫണ്ടുകൾ മിനിമം ഒരു 1-2 വർഷം എടുക്കും അതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള റിട്ടേൺ എടുക്കാൻ. അപ്പം നമ്മളെപ്പോഴും പറയാറുള്ളത് റിസ്ക് ഉള്ള ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകളിൽ ഒരു കാരണവശാലും 3 വർഷത്തിനൊക്കെ ഉള്ളിൽ ആവശ്യമുള്ള ഒരു രൂപ പോലും നിക്ഷേപിക്കരുത് നമ്മൾ ആളുകളോട് വീണ്ടും 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 പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ 10-20 തവണയായി ഈ ചാനലിലെ പല വീഡിയോകളിലായിട്ട് നമ്മൾ പറയുന്നു. പക്ഷേ ആളുകൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. ആളുകൾ നല്ല റിട്ടേൺ കിട്ടുന്നുണ്ട് എന്ന് കാണുമ്പോൾ റിസ്ക് ഒന്നും മനസ്സിലാക്കാതെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നു എന്നതാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾക്ക് റിട്ടേൺ കിട്ടുന്നത് പോലെ പ്രധാനമാണ് നമ്മളുടെ പൈസ നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് വലിയ റിസ്ക് ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു കാര്യം, മൂന്നാമത്തെ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അതായത് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലുള്ള സ്റ്റോക്കുകളും ETF-കളും ബോണ്ടുകളും കടപ്പത്രങ്ങളും ഒക്കെ ഏതൊക്കെയാണ്, അതിൻ്റെ ഒരു ഫ്യൂച്ചർ ഔട്ട്ലുക്ക് എന്താണ്, ഇപ്പോഴുള്ള ഒരു പെർഫോമൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഡിവിജ്വലായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ ഈ മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെ മൊത്തത്തിൽ ഭാവിയിൽ പെർഫോം ചെയ്യുമെന്നുള്ളത് ഏകദേശം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു അനാലിസിസ് നടത്തുന്നത് നന്നായിരിക്കും. അതിനെയാണ് പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറയാം. മ്യൂച്വൽ ഫണ്ടുകളുടെ ഡീറ്റെയിൽ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതായത് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ സൈറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈറ്റുകളിലോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ പോർട്ട്ഫോളിയോ സ്റ്റോക്സോ ETFs ഒക്കെ കാണാനായിട്ട് സാധിക്കും. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സ്റ്റോക്കും എന്താണ്, എത്ര ശതമാനം അതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. മറ്റൊരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതിനുള്ള അറിവും സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ പരിശോധിക്കാവുന്നതാണ്. അതായത് മ്യൂച്വൽ ഫണ്ടുകളുടെ ആൽഫ റേഷ്യോ, ബീറ്റ റേഷ്യോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഷാർപ്പ് റേഷ്യോ, അങ്ങനെ പറഞ്ഞ് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന 2 പറ്റി ഞാൻ പറഞ്ഞുതരാം. ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെഞ്ച് മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുമാത്രം നേട്ടം കൂടുതൽ തരുന്നു എന്നുള്ളതാണ് ആൽഫ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ അത് ഉണ്ടാകുന്ന താഴ്ച അതിൻ്റെ ബെഞ്ച് മാർക്കുമായി മാത്രം കൂടുതൽ വോളറ്റൈലായി എന്ന് കാണിക്കുന്നതാണ് ബീറ്റ റേഷ്യോ. ഈ 2 കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബീറ്റ കുറഞ്ഞ ആൽഫ കൂടിയ മ്യൂച്വൽ ഫണ്ടുകൾ എടുക്കുന്നത് എന്തുകൊണ്ടും ഗുണം ചെയ്യുന്നു നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയ റിട്ടേൺ തരിക, ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ കുറവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ വൊളാറ്റിലിറ്റി, കുറഞ്ഞ പ്രൈസ് ചേഞ്ച് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള ആൽഫ കൂടിയ ബീറ്റ കുറഞ്ഞ മ്യൂച്വൽ ഫണ്ടുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നിങ്ങളൊരു ഡെറ്റ് ഫണ്ടിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഡെറ്റ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഡെറ്റ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പോലെ സേഫാണ്, നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടും എന്നുള്ളതൊക്കെയാണ്. ഒരു പരിധി വരെ അത് ശരിയാണ് തന്നെ. പക്ഷേ പല സിറ്റുവേഷനിലും ഡെറ്റ് ഫണ്ടുകൾ നമ്മൾക്ക് മുതലോ ലാഭമോ കിട്ടാത്ത രീതിയിൽ തന്നെ അത് മോശമാവുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പണം ബ്ലോക്ക് ആവുന്ന തരത്തിലുള്ള അവസ്ഥകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെറ്റ് ഫണ്ടുകൾ എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഡെറ്റ് ഫണ്ടുകൾ എടുക്കുമ്പോൾ അതിലുള്ള ബോണ്ടുകളുടെ അല്ലെങ്കിൽ കടപ്പത്രങ്ങളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് AAA AA ആയിട്ടുള്ള ഡെറ്റ് ഫണ്ടുകൾ മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആ ബോണ്ടുകളുടെയൊക്കെ ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് പറയും. അതായത് അതിലെ ബോണ്ടുകൾ കാലാവധി എത്താൻ എടുക്കുന്ന സമയം നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സമയവുമായിട്ട് ഏകദേശം യോജിച്ച് പോകുന്ന ഒരു സെറ്റ് ഓഫ് ബോണ്ടുകൾ ഉള്ള മ്യൂച്വൽ ഫണ്ടുകൾ എടുക്കുകയായിരിക്കും നല്ലത്. ആ 2 കാര്യങ്ങൾ ഡെറ്റ് ഫണ്ടുകൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇക്വിറ്റി ഫണ്ടുകൾ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ കമ്പനിയിലെ കോൺസെൻട്രേഷൻ, അതായത് ഒരു പ്രത്യേക സ്റ്റോക്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പോഷർ ഉള്ളത് അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സെക്ടറിലെ കോൺസെൻട്രേഷൻ, ഒരു പ്രത്യേക സെക്ടറിൽ IT സെക്ടർ അല്ലെങ്കിൽ ഫാർമ സെക്ടർ അതിലൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടോ, അതല്ലെങ്കിൽ എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണോ എന്നുള്ളത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ സെക്ടറുകളിലും കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ എടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. ഒരു സെക്ടറിന് കൂടുതലൊരു ഇമ്പോർട്ടൻസ് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യത എന്താണെന്ന് വെച്ചാൽ ആ സെക്ടറിന് ഉണ്ടാവുന്ന നേട്ടങ്ങൾ നമുക്ക് ഗുണം ചെയ്യുമെങ്കിലും ആ സെക്ടറിന് എന്തെങ്കിലും ദോഷം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സെക്ടറിനും വലിയ രീതിയിലുള്ള എക്സ്പോഷർ ഉള്ള തരത്തിലുള്ള ഫണ്ടുകൾ എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒരു പ്രത്യേക കമ്പനിയിൽ കൂടിയ
ഒരു അളവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഫണ്ടുകളും എടുക്കാതിരിക്കുക. അവസാനത്തെ ഒരു 3 കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തേത് ഈ ഫണ്ടിൻ്റെ ഏജാണ്. ഈ ഫണ്ട് എത്ര കാലമായി നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു NFO പോലുള്ള NFOകളിൽ നിക്ഷേപിക്കരുത് എന്ന് പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഫണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി യാതൊരു ക്ലാരിറ്റിയും ഇല്ലാത്ത തരത്തിലുള്ള ഫണ്ടുകളാണ് ന്യൂ ഫണ്ട് ഓഫറുകൾ. അതായത് പുതിയൊരു ഫണ്ട് വരുമ്പോൾ ആളുകൾ ഓടിച്ചെന്നത് എടുക്കരുതെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് എങ്ങനെ അത് പെർഫോം ചെയ്യും, അതിലെന്തൊക്കെ സ്റ്റോക്കുകൾ വരും എന്നുള്ളതിനെ പറ്റിയൊന്നും യാതൊരുവിധ ക്ലാരിറ്റിയും അതിനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളത് ചെയ്യരുതെന്ന് പറയാം. അപ്പോൾ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് എടുക്കുകയായിരിക്കുന്നത്. ഈ ഫണ്ടുകളുടെ ഏജിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഫണ്ടിൽ എത്ര അസറ്റ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് ടോട്ടൽ അതിൽ എത്ര രൂപ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഈ ഫണ്ടുകളിൽ സാധാരണ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫണ്ടുകളുടെ സൈസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പെർഫോമൻസിൽ ചെറിയ രീതിയിലുള്ള ഇടിവ് വരാമെന്നായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഫണ്ടുകൾ നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ AUM അല്ലെങ്കിൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കൂടി വരികയും അതിൻ്റെ ഒരു റിലേറ്റീവ് പെർഫോമൻസ് കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ സജസ്റ്റ് ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഫണ്ടുകളുടെ പെർഫോമൻസ് നമ്മൾ എല്ലാ വർഷവും 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ ഈ ഫണ്ടുകളുടെ പെർഫോമൻസ് റിവ്യൂ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറയാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഫണ്ട് ഒരു വർഷത്തിന് ശേഷം നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് യാതൊരുവിധ ഗ്യാരണ്ടിയില്ല. അപ്പോൾ നമ്മളുടെ പണം ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഫണ്ടുകൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മോണിറ്ററിങ്ങിനോ റിവ്യൂവിനോ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അങ്ങനെ ചെയ്യാനായിട്ട് നമ്മുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതായത് നമ്മൾ റിട്ടേൺ നോക്കണം, അത് പല സമയത്ത് റിട്ടേൺ നോക്കണം, റിസ്കുകൾ നോക്കണം, അതുപോലെ തന്നെ അതിൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളും കടപ്പത്രങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കണം, ആൽഫ ബീറ്റ റേഷ്യോകൾ അറിയുമെങ്കിൽ നോക്കണം, അതുപോലെ ഫണ്ടിൻ്റെ ഏജ് നോക്കണം, ഫണ്ടിൻ്റെ AUM എത്രയാണെന്ന് നോക്കണം. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് ഫണ്ട് മാനേജർ ആരാണ്, അയാളുടെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്നുള്ളതാണ്. അതായത് ഒരു പ്രത്യേക ഫണ്ട് മാനേജർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജർ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തുന്ന ഒരു ഫണ്ട് മാനേജറുടെ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് എന്തുകൊണ്ടും നല്ല ഫലം തരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫണ്ട് മാനേജർ ആരാണ്, ഫണ്ട് മാനേജറുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ് എന്നുള്ളത് കൂടെ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അതിലെന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആസ്ട്രിക് സർവീസിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8848030018 ആണ് നമ്പർ. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.